നമസ്കാരം. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ സ്വർഗ്ഗരാജ്യമായിട്ട് കരുതുന്ന ഒരു സ്ഥലമാണ് ക്യൂബ. ആ ക്യൂബ നിന്ന് കത്തുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് അവിടുത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഹെഡ് ക്വാർട്ടേഴ്സ് കത്തിക്കുകയാണ് ചെയ്തത്. അത്രമാത്രം ദുരിതത്തിലാണ്, അത്രമാത്രം പ്രതിഷേധത്തിലാണ് അവിടുത്തെ ജനങ്ങൾ. അവിടുത്തെ ജനജീവിതം തന്നെ വളരെ ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. കറണ്ടില്ല, വെള്ളമില്ല, അതേപോലെ തന്നെ ഗ്യാസില്ല, പെട്രോളില്ല, ആകെ ദുരിതത്തിലാണ്. അവരെങ്ങനെയും പിടിച്ചു നിന്നുകൊണ്ടിരുന്നത് വെനസ്വലയുടെ സഹായം വഴിയായിരുന്നു. ഇപ്പോൾ വെനസ്വലയിലെ പ്രസിഡൻറ്റിനെ അമേരിക്ക അവിടെ നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോയി അമേരിക്കൻ ജയിലിൽ അടച്ചതിന് ശേഷം അവിടുത്തെ ഭരണം തന്നെ ആകെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. അവിടുന്ന് ഉള്ള എണ്ണ വിതരണമൊക്കെ നിലച്ചു കിടക്കുകയാണ്. ക്യൂബയ്ക്ക് അവരാണ് സഹായിച്ചുകൊണ്ടിരുന്നത്, അത് നിന്നിരിക്കുകയാണ്. അതും പിന്നീട് ഈ അമേരിക്കയുടെ ഉപരോധവും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ക്യൂബയിലെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കുകയാണ്. അപ്പോൾ സഹികെട്ട ജനങ്ങൾ അവിടുത്തെ ഭരണത്തിനെതിരെയൊക്കെ വെളിയിലിറങ്ങിയിരിക്കുകയാണ്. അവിടുത്തെ പാർട്ടി ഓഫീസ് വരെ അവർ കത്തിക്കുന്നു. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടായിരിക്കും, ഈ വാർത്തയൊന്നും ഇവിടെയുള്ള മാധ്യമങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല. അവർ പറയില്ലല്ലോ, സ്വാഭാവികമായിട്ടും. ദേശാഭിമാനിയൊന്നും ഇത് അറിഞ്ഞ ഭാവം പോലും നടിക്കില്ല, മറ്റ് മാധ്യമങ്ങളും പറയാൻ സാധ്യതയില്ല. പിന്നെ അവർ പറയും, 1-2 ദിവസം കഴിയുമ്പോൾ അവർ വിശദമായിട്ട് പറയും. അത് അവർക്ക് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ്. കാരണം എന്നെപ്പോലുള്ളവർ ഇത് വാർത്തയാക്കുകയും അങ്ങനെ കൂടുതൽ ജനങ്ങൾ അറിയുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഇത് മുക്കിയിട്ട് കാര്യമില്ല, പറയാമെന്ന്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. റോയിറ്റേഴ്സ് അടക്കമുള്ള അല്ലെങ്കിൽ BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത കാര്യം തന്നെയാണ് ഈ പറയുന്നത്. ക്യൂബയിൽ വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ പഴയ UP-യെക്കാളും കഷ്ടമാണ്. ഇപ്പോഴത്തെ UP ആയിട്ട് ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ. പഴയ UP, ഒരു 10-15 വർഷം മുമ്പത്തെ UP എന്തായിരുന്നു ആ അവസ്ഥയിലാണ്. ഏതാണ്ട് സാമ്പത്തികമായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ UP-യെ പറ്റി സാമ്പത്തികമായിട്ട് പോലും യാതൊരു തരത്തിലും താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം 2025 തന്നെ UP-യുടെ ബജറ്റ് എന്നത് തന്നെ 8 ലക്ഷം കോടിയാണ്. 8 ലക്ഷം കോടി. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള ഖജനാവിനെയൊക്കെ വെച്ച് നോക്കുമ്പം മിച്ച ബജറ്റാണ്. ശരിക്കും ചിലവിനേക്കാൾ കൂടുതൽ വരവ് ഉള്ള ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശ്. അപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാനമായിട്ട് പോലും യാതൊരു തരത്തിലും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു രാജ്യമാണ് ക്യൂബ. അവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ചിലർ വിചാരിക്കും ചൈനയും കമ്മ്യൂണിസ്റ്റല്ലേ ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഒരു സ്ഥലത്ത്, കമ്മ്യൂണിസം ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ വലിയ കുത്തക മുതലാളിമാർ ഉണ്ടാവുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇന്ത്യയിലുള്ള ശതകോടീശ്വരന്മാരെക്കാൾ കൂടുതൽ കോടീശ്വരന്മാരുള്ള സ്ഥലമാണ് ചൈന. പിന്നെ അവരുടെ പേരൊന്നും ആരും പറയാത്തതിൻ്റെ കാര്യം, നമുക്കൊന്നും പറയാൻ പറ്റുന്ന പേരുകളില്ല. ഷാൻ ചീ ചൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറേ എണ്ണത്തിൻ്റെ പേര്. ഈ പേര് വായിക്കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെയൊക്കെ എളുപ്പമാണ് അംബാനി, അദാനി എന്നൊക്കെ പറയുമ്പോൾ ഏത് കൊച്ചു കുട്ടിക്ക് പോലും പറയാം. അതുകൊണ്ടാണ് ഇവിടെയുള്ള കോടീശ്വരന്മാരുടെ പേരുകൾ ലോകം മുഴുവൻ അറിയുകയും, എന്നാൽ ചൈനക്കാരന്മാരുടെ പേരൊന്നും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ആകപ്പാടെ ഈ അലിബാബ പോലുള്ള, ജാക്മ പോലുള്ള കുറച്ച് പേരുടെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന പേരുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യക്കാൾ കൂടുതൽ ശതകോടീശ്വരന്മാർ, എന്നൊന്നും പറയാൻ പറ്റത്തില്ല, സഹസ്ര കോടീശ്വരന്മാരുള്ള സ്ഥലം ചൈനയാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയാൻ പറ്റില്ല. അവിടെ ശരിക്കും കമ്മ്യൂണിസം അല്ല, ക്യാപിറ്റലിസം തന്നെയാണ് എന്ന് ഇത് തന്നെയാണ് ഉദാഹരണം. അപ്പോൾ അതിനെ നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല. പക്ഷേ ഈ വെനസ്വല, അതേപോലെ തന്നെ ക്യൂബ, ഉത്തര കൊറിയ, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ്. അതിൻ്റെ അവർ അനുഭവിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം കൊണ്ട് ഇന്ത്യയിൽ എന്താണോ സംഭവിക്കും എന്ന് ഈ കമ്മ്യൂണിസ്റ്റുകളും സുഡാപ്പികളും സ്വപ്നം കണ്ട കാര്യം ഇന്ത്യയിൽ പക്ഷേ നടന്നില്ല. അത് നടക്കുന്നത് അങ്ങ് ക്യൂബയിലാണ്. അല്ലെങ്കിലും ഇവന്മാർ എപ്പോഴെങ്കിലും എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ. അതൊക്കെ അവരുടെ സ്വപ്ന രാജ്യങ്ങളിൽ മാത്രമേ നടക്കാറുള്ളൂ, അവിടെ മാത്രമേ നടക്കുകയുള്ളൂ. ക്യൂബയുടെയൊക്കെ ഒരു അവസ്ഥയെ ഈ കഴിഞ്ഞിടയ്ക്കും ചിന്താ ജെറോം അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് തള്ളി മറിച്ചതേ ഉള്ളൂ. ക്യൂബ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അതെ, ക്യൂബ നിന്ന് കത്തുകയാണ്.